നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഒക്ടോബർ 1-ാം തീയതിക്ക് മുമ്പായിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തോണം. ഇല്ലെങ്കിൽ നല്ലൊരു പണി നിങ്ങളെ കാത്ത് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ KSEBിയിൽ പുതുതായിട്ട് വരുന്ന റെഗുലേഷൻ പ്രകാരം നിലവിൽ സോളാർ സിസ്റ്റം സെറ്റ് ചെയ്തവർക്കും ഇനി സെറ്റ് ചെയ്യാൻ പോകുന്നവർക്കും പേടിക്കാനുള്ള വക നല്ലവണ്ണം KSEB റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് ചുരുക്കം. പക്ഷേ നിലവിൽ സോളാർ വെച്ചിട്ടുള്ള ആളുകൾക്ക് ആശ്വസിക്കാൻ ഒരു വകയും കൂടെ അതിനകത്തുണ്ട് എന്നുള്ളതും മറ്റൊരു കാര്യമാണ്. അതെന്താണ് എന്നുള്ളത് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ സോളാർ സെറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ആളുകളും ഇപ്പം ഭയങ്കരമായിട്ടുള്ള ഒരു കൺഫ്യൂഷനിലാണ്. കാരണം ഇപ്പം KSEB 2025 പുതിയ റെഗുലേഷനിലേക്ക് ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്തപ്പോഴത്തേക്ക് അതിനകത്ത് കുറേ കാര്യങ്ങൾ സോളാർ ഉപഭോക്താക്കളെ ഇമ്പാക്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ അതിനകത്ത് വെച്ചിട്ടുണ്ട്. അതായത് ഞാനിപ്പോൾ ഇവിടെ 4.3 കിലോവാട്ടിൻ്റെ ഒരു സോളാർ പ്ലാന്റ് ആണ് എൻ്റെ വീട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 2 വർഷത്തോളമായി സെറ്റ് ചെയ്തിട്ട് നിലവിലിപ്പോൾ KSEBിയിൽ 1000 കിലോവാട്ടിനുള്ളിൽ ഇങ്ങനെ ഒരു സോളാർ പ്ലാന്റ് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നെറ്റ് മീറ്ററിംഗ് സംവിധാനമാണ് വരുന്നത്. അതായത് ഞാൻ എത്രയാണോ യൂസ് ചെയ്യുന്നത്, ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറയാം. ഒരു 100 വാട്ട്സ് ഞാൻ ഒരു ദിവസം സോളാറിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 50 വാട്ട്സ് ആണ് ഞാൻ പകൽ ഉപയോഗിച്ചതെങ്കിൽ ബാക്കി 50 വാട്ട്സ് അധികമാണ്. അത് ഞാൻ സോളാറിൻ്റെ ഗ്രിഡിലേക്ക് കൊടുക്കും. രാത്രി ആ 50 വാട്ട്സ് ഞാൻ തിരിച്ചു ഉപയോഗിച്ചാൽ എൻ്റെ ബില്ല് 0 ആയിരിക്കും. കാരണം ജനറേറ്റ് ചെയ്തത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തത്. ഇനി അതല്ല, ഞാൻ 110 വാട്ട്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ 10 വാട്ട്സിൻ്റെ മാത്രം എമൗണ്ട് ഞാൻ KSEBിലേക്ക് അടച്ചാൽ മതി. ഇനി അതുമല്ല, ഞാൻ 90 വാട്ട്സ് യൂസ് ചെയ്തുള്ളൂ എന്നുണ്ടെങ്കിൽ ബാക്കി 10 വാട്ട്സ് ഞാൻ KSEBിലേക്ക് കൊടുക്കും. അതിൻ്റെ എമൗണ്ട് KSEB എനിക്ക് തിരിച്ചു തരികയും ചെയ്യും. അതാണ് നെറ്റ് മീറ്ററിംഗ് സംവിധാനം. പക്ഷേ പുതിയ സംവിധാനത്തിൽ അല്ലെങ്കിൽ പുതിയ ഡ്രാഫ്റ്റിനകത്ത് KSEB എന്താണ് ചോദിച്ചിരിക്കുന്നത് ചോദിച്ചാൽ, ഈ 1000 കിലോവാട്ട് എന്നുള്ളത് നേരെ ചുരുക്കി വെറും 3 കിലോവാട്ട് എന്നാക്കി. അതായത് 3 കിലോവാട്ടിനുള്ളിൽ സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നവർക്ക് മാത്രമേ ഇനി നെറ്റ് മീറ്ററിംഗ് സംവിധാനം വരികയുള്ളൂ. ഇനി 3-നും 5-നും ഇടയ്ക്കാണ് സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതെങ്കിൽ ആ സ്ഥാപിക്കുന്ന പ്ലാന്റിൻ്റെ 30% കപ്പാസിറ്റിയിലുള്ള ഓഫ് ഗ്രിഡ് ബാറ്ററി സിസ്റ്റവും നമ്മുടെ വീട്ടിൽ സെറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അതായത് 3-നും 5-നും കിലോവാട്ടിനിടയിൽ യൂസ് ചെയ്യുന്നവർ ഏകദേശം ഒരു 1 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ വരെ അഡീഷണൽ ബാറ്ററിക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യേണ്ടി വരും. അതായത് നമ്മുടെ വീട്ടിൽ തന്നെ ബാറ്ററി വാങ്ങിച്ചു വെച്ച് അതിനകത്ത് ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് സ്റ്റോർ ചെയ്ത് നമ്മൾ രാത്രി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഗ്രോസ് മീറ്ററിംഗ് സിസ്റ്റത്തിലേക്ക് മാറേണ്ടി വരും. അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 100 വാട്ട്സ് ഇതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 100 വാട്ട്സും ഓൺ ഗ്രിഡിലേക്ക്, അതായത് KSEBിലേക്ക് കൊടുക്കുക. ഞാനൊരു 80 വാട്ട്സ് ആണ് എൻ്റെ വീട്ടിലേക്ക് അന്നേ ദിവസം ഉപയോഗിച്ചതെങ്കിൽ ആ 80 വാട്ട്സിന് ഞാൻ സോളാർ വെച്ചിട്ടില്ലെങ്കിൽ എങ്ങനെയാണോ അതുപോലെ ഒരു യൂണിറ്റിന് 7 രൂപ അടുപ്പിച്ചാണ് ഏകദേശം 500 യൂണിറ്റ് മുകളിൽ വരികയാണെന്നുണ്ടെങ്കിൽ വരുന്നത്. അപ്പം ഞാൻ ആ 7 രൂപ കൊടുത്ത് ഒരു 80 വാട്ട്സിൻ്റെ കറണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് യൂസ് ചെയ്യുന്നു. പകരം ഞാൻ ആ 100 വാട്ട്സ് പ്രൊഡ്യൂസ് ചെയ്തത് ഏകദേശം 3 രൂപ അടുപ്പിച്ചാണ് KSEB നമ്മുടെ കയ്യിൽ നിന്ന് കറണ്ട് വാങ്ങിക്കുന്നത്. ആ 3 രൂപയ്ക്ക് എൻ്റെ കയ്യിൽ നിന്ന് കറണ്ട് വാങ്ങിക്കുന്നു. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എമൗണ്ട് നഷ്ടമാണ് ഉണ്ടാകുന്നത്. ഞാൻ ഇത്രയും ലക്ഷങ്ങൾ കൊടുത്ത് ഒരു സോളാർ സിസ്റ്റം വാങ്ങിച്ച് വെച്ചിട്ട് ചെറിയ എമൗണ്ടിന് കറണ്ട് അങ്ങോട്ട് കൊടുക്കുക, അതേ കറണ്ട് വലിയ എമൗണ്ടിന് ഞാൻ തിരിച്ച് വാങ്ങിക്കുക. അതാണ് ഗ്രോസ് മീറ്ററിംഗ് സിസ്റ്റം. അതൊരു സോളാർ പ്ലാന്റ് സെറ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രശ്നമാണ്. അങ്ങനെ ഒരു പ്രശ്നം വരുന്നത് കൊണ്ടാണ് ആളുകളെല്ലാം ഇതിൽ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ നിലവിൽ സോളാർ പ്ലാന്റ് സ്ഥാപിച്ചിട്ടുള്ള ആളുകൾക്ക് ആശ്വസിക്കാൻ ഒരു വക കൂടിയുണ്ട്. അതായത് ഇപ്പോൾ 2025 ഡ്രാഫ്റ്റിനകത്ത് അവർ കൊടുത്തിരിക്കുന്നത് പ്രകാരം നിലവിലുള്ള കൺസ്യൂമേഴ്സിന് നെറ്റ് മീറ്ററിംഗ് സംവിധാനത്തിൽ തന്നെ സോളാർ പ്ലാന്റ് വീണ്ടും ഉപയോഗിക്കാമെന്നുള്ളതാണ്. അതായത് ഞാനിപ്പോൾ 4.3 കിലോവാട്ടാണ് ഇവിടെ എൻ്റെ വീട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ പോലും എനിക്ക് ആ നെറ്റ് മീറ്ററിംഗ് സംവിധാനത്തിൽ തന്നെ തുടർന്ന് പോവാം. ഞാൻ ഇതിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തുന്നത് വരെ. അതായത്
ഈ ഒരു പ്ലാന്റ് ഞാനിപ്പോൾ 3 ഫേസിലേക്ക് കൺവേർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ പുതിയ കപ്പാസിറ്റിയിലേക്ക് മാറ്റുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് മീറ്ററിംഗ് എന്നുള്ളത് ഗ്രോസ് മീറ്ററിംഗിലേക്ക് മാറും എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഇനി മറ്റൊരു പ്രശ്നമുള്ളത് 3 കിലോ വാട്ടിന് മുകളിലേക്ക് സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നവരുടെ ഒക്കെ വീട്ടിൽ 3 ഫേസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു കാര്യം കൂടെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ 3 കിലോ വാട്ടിനും 5 കിലോ വാട്ടിനും ഇടയ്ക്ക് ചെയ്യുന്നവർക്ക് പ്രശ്നമുണ്ട്. ഇനി നിങ്ങൾ 3 കിലോ വാട്ടിൽ താഴെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. ഇനി നിങ്ങൾ 3-നും 5-നും ഇടയ്ക്കാണ് ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒക്ടോബർ 1-ന് മുമ്പായിട്ട് നിങ്ങൾ അത് ചെയ്താൽ നിങ്ങൾക്ക് നെറ്റ് മീറ്ററിംഗ് സംവിധാനത്തിൽ തന്നെ കൊണ്ടുപോകാം. കാരണം ഇപ്പം നിലവിൽ അതൊരു ഡ്രാഫ്റ്റ് ആയിട്ടാണ് KSEB സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അതിനൊരു ഗസറ്റഡിൽ പബ്ലിഷ് ചെയ്യണം. പബ്ലിഷ് ചെയ്തിട്ട് ഏകദേശം ഒക്ടോബർ 1-ഓടുകൂടി അത് നിയമം പ്രാബല്യത്തിൽ വരുമെന്നാണ് പറയുന്നത്. 2025 ഒക്ടോബർ 1. ആ സമയത്തിനുള്ളിൽ നിങ്ങൾ പ്ലാന്റ് സ്ഥാപിക്കുകയാണെങ്കിൽ നിങ്ങൾ 5 കിലോ വാട്ട് ചെയ്താലും ഇപ്പം ഞാൻ ചെയ്തതുപോലെ തന്നെ സാധാരണ സോളാർ സിസ്റ്റം മാത്രം ചെയ്താൽ മതി. ബാറ്ററിയുടെ ഒന്നും ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ നെറ്റ് മീറ്ററിംഗ് സംവിധാനത്തിൽ തന്നെ ആയിരിക്കും, ഗ്രോസ് മീറ്ററിംഗിലേക്ക് പോവില്ല. ഇനി നിങ്ങൾ ഒക്ടോബർ 1-ന് ശേഷമാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 3 കിലോ വാട്ടിൽ താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും പേടിക്കേണ്ടതായിട്ടില്ല. നിങ്ങൾ നോർമൽ നെറ്റ് മീറ്ററിംഗ് സംവിധാനത്തിൽ തന്നെ പോകും. പക്ഷേ 3-നും 5-നും ഇടയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാറ്ററിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ വാങ്ങിച്ച് വെക്കേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾ ഗ്രോസ് മീറ്ററിംഗിലേക്ക് പോകും. അത് വമ്പൻ നഷ്ടമാണ്. ഇനി ബാറ്ററി വാങ്ങിച്ച് വെച്ചാൽ പോലും ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. കാരണം ഏകദേശം 1 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ വരെ നിങ്ങൾ എടുക്കുന്ന ബാറ്ററിയുടെ കപ്പാസിറ്റിയും ബ്രാൻഡും അനുസരിച്ച് അതിൻ്റെ വില വരും. ഏകദേശം 10 വർഷം വരെയൊക്കെ അല്ലെങ്കിൽ 10 മുതൽ 15 വർഷം വരെയൊക്കെ ആയിരിക്കും ബാറ്ററിയുടെ വാറണ്ടി ഉണ്ടാകുക. ഈ സോളാർ പ്ലാന്റിന് മൊത്തത്തിൽ അതായത് സോളാർ പാനലുകൾക്ക് 25 വർഷമാണ് വാറണ്ടി പറയുന്നത്. അപ്പോൾ ആ ഒരു 25 വർഷത്തിനിടയ്ക്ക് നിങ്ങൾ ചിലപ്പോൾ 2 തവണ ബാറ്ററി മാറ്റേണ്ടി വന്നേക്കാം. അപ്പോൾ വീണ്ടും ആ ഒരു ബാറ്ററിയുടെ എക്സ്പെൻസ് നിങ്ങൾ വീണ്ടും കൊടുക്കേണ്ടി വന്നേക്കാം. അങ്ങനെ ഒരു പ്രശ്നവും കൂടെ അതിനകത്തുണ്ട്. പക്ഷേ കറണ്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ബാറ്ററിക്കകത്ത് ചാർജ് ഉള്ളത് കൊണ്ട് ഇൻവെർട്ടർ യൂസ് ചെയ്യുന്നത് പോലെ അതിൽ നിന്ന് നിങ്ങൾക്ക് സോളാർ യൂസ് ചെയ്യാം. അത് KSEB അനുവദിച്ചാൽ. ഇപ്പോഴത്തെ അവസ്ഥയിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ ഈ സിസ്റ്റം ഫുൾ ഷട്ട് ഡൗൺ ആകും എന്നുള്ളതാണ്. ബാറ്ററി വരുന്ന സിസ്റ്റത്തിലും അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ കറണ്ട് പോയാൽ നിങ്ങൾ ഇരുട്ടത്ത് തന്നെ ഇരിക്കേണ്ടി വരും. കറണ്ട് ഉള്ളപ്പോൾ മാത്രമായിരിക്കും ആ ഒരു ഇത് യൂസ് ചെയ്യാൻ പറ്റുക. ഇനി അങ്ങനെയല്ല വേറെ രീതിയിൽ സിസ്റ്റം കൊണ്ടുവരികയാണെങ്കിൽ, അതായത് കറണ്ട് ഇല്ലെങ്കിൽ പോലും ബാറ്ററിയിൽ നിന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് മാത്രം സിസ്റ്റം യൂസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷെ അങ്ങനെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി നിങ്ങൾ 5 കിലോ വാട്ടിന് മേളിലാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഗ്രോസ് മീറ്ററിംഗിലേക്ക് തന്നെ പോകും എന്നുള്ളതാണ് അറിയുന്നത്. നിലവിൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും KSEB ഡ്രാഫ്റ്റിൽ കൊടുത്തിരിക്കുന്ന കാര്യമാണ്. അത് 2025 ഇനി ഗസറ്റഡിൽ പബ്ലിഷ് ചെയ്തിട്ട് ഏകദേശം ഒക്ടോബർ 1-ഓടുകൂടി നിലവിൽ ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ഒരു ഡ്രാഫ്റ്റിനകത്ത് എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് മാറ്റം വന്നേക്കാം. അതായത് നിലവിലുള്ള ഉപഭോക്താക്കളും ഇനി ഗ്രോസ് മീറ്ററിംഗിലേക്ക് മാറണമെന്നൊക്കെ പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ പ്രശ്നവും. പക്ഷെ അങ്ങനെ വരാനുള്ള സാധ്യതയില്ല. കൊടുത്തിരിക്കുന്ന ഡ്രാഫ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. പക്ഷേ എങ്കിൽ പോലും KSEB ഈ ഒരു ചെയ്യുന്ന നടപടികൾ വളരെയധികം ശക്തമായിട്ട് ആളുകൾ എതിർക്കുന്നുണ്ട്. കാരണം ഒരു സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് ഇത്രയും ലക്ഷങ്ങൾ മുടക്കിയിട്ട് അയാൾക്കൊരു ലാഭം അതിനകത്ത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് സോളാർ പ്ലാന്റുകൾ വെക്കുന്നത്? സർക്കാർ ഇതിനെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് എല്ലാവരെയും ഈ സോളാർ പ്ലാന്റ് സ്ഥാപിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന സമയത്ത് KSEB ഇങ്ങനെ ഒരു നടപടിയിലേക്ക് പോകുന്നത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് ആളുകളെ സോളാർ പ്ലാന്റുകൾ അവരുടെ വീട്ടിൽ സ്ഥാപിക്കുന്നതിൽ നിന്ന് പിന്നിലേക്ക് വലിക്കുന്നതിനുള്ള ഇടയായി തീരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിലവിലത്തെ സംവിധാനത്തിൽ ഇനി 5 കിലോ വാട്ടിന് മേളിൽ വെക്കുന്നവർക്കെല്ലാം ഗ്രോസ് മീറ്ററിംഗിലേക്ക് പോകേണ്ടി വന്നേക്കാം. 3-നും 5-നും ഇടയിൽ വെക്കുന്ന ആളുകൾക്കെല്ലാം തന്നെ ബാറ്ററി സെറ്റ് ചെയ്യേണ്ട വന്നേക്കും. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത്, നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഒക്ടോബർ 1-ന് മുമ്പായിട്ട് ഇത് സ്ഥാപിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിലവിൽ ബാറ്ററി ഒന്നും വെച്ചില്ലെങ്കിൽ പോലും 3-നും 5-നും ഇടയിലുള്ള ആളുകൾ നെറ്റ് മീറ്ററിംഗ് സംവിധാനത്തിൽ മുന്നോട്ട് പോകും. ഒക്ടോബർ 1-ന് ശേഷം ഇൻസ്റ്റാൾ ചെയ്യുന്നവർക്കൊക്കെ ബാറ്ററി വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഗ്രോസ് മീറ്ററിംഗിലേക്ക് പോകേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ഏകദേശം 1 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ വരെ എക്സ്പെൻസ് ആണ് ഈ ഒരു ബാറ്ററിക്ക് വരുന്നത്. മാത്രമല്ല ഏകദേശം ഒരു 10 അല്ലെങ്കിൽ 15 വർഷം വരെയൊക്കെ ആയിരിക്കും മാക്സിമം ഈ ബാറ്ററിയുടെ ലൈഫ് ഉണ്ടാകുക. അപ്പോൾ ആ 15 വർഷത്തിന് ശേഷം വീണ്ടും കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ ബാറ്ററി വാങ്ങിച്ച് വെക്കേണ്ടി വരും. അപ്പോഴും അതേ എക്സ്പെൻസ് വീണ്ടും നമ്മൾ കൊടുക്കേണ്ടി വരും. എത്ര രൂപയാണോ നമുക്ക് ഇതിനകത്തുനിന്ന് ലാഭം കിട്ടുന്നത് ഏകദേശം അതേ എമൗണ്ട് ഒക്കെ തന്നെ നമുക്ക് വീണ്ടും ഈ ഒരു മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ളൊരു പ്രശ്നം ഉണ്ട്. ആ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതാണ് ഈ ഓൺ ഗ്രിഡ് കൊണ്ട് നമുക്കുണ്ടായിരുന്ന ഒരേ ഒരു ലാഭം. ഇപ്പം ആ ഒരു ലാഭവും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ആളുകൾ സോളാറിലേക്ക് പോകണം എന്നുള്ളൊരു ചോദ്യം വരെ അവിടെ ബാക്കിയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നിലവിൽ ഇനിയും സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ പോകുന്ന ആളുകൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഒക്ടോബർ 1-ന് മുമ്പായിട്ട് മാക്സിമം ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുക.
ഇനി അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബാറ്ററിയുടെ എക്സ്പെൻസും കൂടെ മനസ്സിൽ കണ്ട് വേണം ഇത് പ്ലാൻ ചെയ്യാൻ. ഏറ്റവും നല്ലത് നിങ്ങളൊരു സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്ന എക്സ്പേർട്ടിനെ കണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും. ഈ ഒരു പ്ലാന്റ് ഞാൻ സ്ഥാപിച്ചത് എങ്ങനെയാണെന്നും അതിന് എത്ര രൂപയായെന്നും അതിൻ്റെ മറ്റു കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം. നിങ്ങൾ കയറി കണ്ടു നോക്കുക. താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനും കൂടെ എനേബിൾ ചെയ്തിട്ടിരിക്കുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഋഷി അബ്രഹാം സൈനിങ് ഓഫ്. ഗുഡ് ബൈ.